ഹായ് ഓൾ, വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ്. മൈ ഹോം മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, ചക്കയുടെ മാങ്ങയുടെയൊക്കെ ഒരു സീസണുമാണ്. നിങ്ങളൊക്കെ നല്ലപോലെ ചക്കയും മാങ്ങയൊക്കെ തിന്നുണ്ടാവില്ലേ? ഇവിടെയും നമുക്ക് ഇഷ്ടംപോലെ ചക്കയും മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. അതിലിപ്പോൾ ചക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തേൻവരിക്ക ചക്കയാണ് നല്ലോണം കഴിക്കാൻ ഇഷ്ടം. ഇവിടെ തേൻവരിക്ക ചക്ക എങ്ങാനും പറിച്ച് വെച്ചൊരു പാത്രത്തിൽ വെച്ചാൽ അത് എല്ലാവരും തിന്നു തീർക്കും. പക്ഷേ പഴച്ചക്ക ആയാൽ എന്ത് ചെയ്യും? ഇവിടെ ആൾക്ക് മാത്രമേ പഴച്ചക്ക മാത്രമേ ഇഷ്ടമുള്ളൂ. ആൾക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇവിടെ വേറെ ആരും അങ്ങനെ പഴച്ചക്ക തിന്നില്ല. അപ്പോൾ കുറേ പഴച്ചക്ക ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് നമുക്കിനി വെറുതെ കാട്ടി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ചക്ക വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പ്രോസസ്സെല്ലാം ചെയ്യണത് എപ്പോഴും രാത്രിയാട്ടോ. എനിക്ക് രാത്രി ചെയ്യാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ഉരുളി ഞാൻ കുറേ നാളെ വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ഉണ്ടാക്കാം, നമുക്ക് ഇതിനകത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ഉരുളി നല്ലോണം ചൂടാക്കി അതിനകത്ത് ആവശ്യത്തിന് നെയ്യ് ഇട്ടു. ഇപ്പം നമ്മുടെ കയ്യിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ പഴച്ചക്ക ഉണ്ടോ അതിനനുസരിച്ചുള്ള നമുക്ക് നെയ്യ്. ഇപ്പോൾ ഇങ്ങനെ അളവൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഞാൻ ഒരു 5-6 ടീസ്പൂണൊക്കെ ഞാനൊരു നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പഴച്ചക്ക അങ്ങ് നേരിട്ടിട്ടു. ഇത് നമുക്കിനി വഴറ്റിയെടുക്കാനാണ് നല്ലോണം നേരം എന്ന് പറയുന്നത്. നന്നായിട്ട് ഇങ്ങനെ നമ്മളെപ്പോഴും അടുത്തുണ്ടാവണം, നമ്മളെപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിപ്പോവും. അതിങ്ങനെ കുറഞ്ഞു വരും. അപ്പോഴാണ് ഞാൻ ഇതിനകത്ത് കാണാൻ നമ്മൾ ഈ പഴച്ചക്കയുടെ ഉള്ളിൽ കുരുവൊക്കെ എടുത്ത് മാറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്കിൻ, തൊലിയൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മളത് കാണുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ചട്ടി, അതായത് ഈ ഉള്ളി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നേരെ ലോ ഫ്ലെയിമിൽ വെച്ചേക്ക് കേട്ടോ. നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ച് മീഡിയം ടു ഒരു ലോ ഫ്ലെയിം അങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ചെറിയ സ്ലോ പ്രോസസ്സിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശർക്കര പാനി. അപ്പം ഞാനത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോട്ടിൽ നിറച്ചുണ്ടായിരുന്നു എനിക്ക്. നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ്. അപ്പം നമ്മുടെ മധുരം അനുസരിച്ച് പഴഞ്ചക്കയുടെ മധുരം, അതുപോലെ നമുക്ക് എന്തോരം മധുരം വേണം അതിനനുസരിച്ച് വേണം ഇത് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം നമുക്കൊന്ന് വഴറ്റി ഒരു പകുതി ലെവലിലെത്തുമ്പോൾ നമുക്ക് ഏലക്കായ പൊടിച്ചിടണം. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഏലക്കായ പെട്ടെന്ന് നല്ലോണം പൊടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി അതിനകത്ത് ചേർത്ത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തതാണിത്.
മോള് വന്നേക്കാം കേട്ടോ, മണമൊക്കെ കേട്ടിട്ട് വന്നതാണ്. അപ്പോൾ മോളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നതാണ്. അവളെ കൊണ്ട് അത് സാധിക്കണില്ല, അത് മറിക്കാൻ പറ്റുന്നില്ല, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ കുറേ നേരത്തെ ഇളക്കലൊക്കെ ഉള്ള ശ്രമം കഴിഞ്ഞ് ഏകദേശം നമുക്ക് ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഒട്ടി ഒട്ടി ഇങ്ങനെ നിൽക്കുമല്ലോ, അതും അതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടൊക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അത്ര മതിയെന്ന് ഞാൻ വിചാരിക്കണം. എനിക്ക് ഓരോരുത്തരുടെ കൺസിസ്റ്റൻസി അനുസരിച്ചാണ്, ചിലർക്ക് നല്ല കട്ടി ഹലുവ പോലെ ഇങ്ങനെ ഇരിക്കണം, ചിലർക്ക് അതിങ്ങനെ നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവമായപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഉരുളി തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് അടി പിടിക്കും. അപ്പോൾ അവിടെ നിന്ന് മാറ്റി കുറച്ച് നെയ്യ് പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ ഞാൻ ഒഴിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല, വേറെ കറിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കണ്ട, എല്ലാം പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ആ രാത്രി ഞാൻ അങ്ങനെ തന്നെ ഗ്യാസിൻ്റെ ആ ഒരു മറ്റേ സ്റ്റോവിലുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് അടച്ച് ആ ഒരു രാത്രി അവിടെ കൂളാവാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ദിവസമായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഉച്ചയ്ക്കലത്തെയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോള് ഞങ്ങളുടെ സ്നോവി കുട്ടി, ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ്, പട്ടിക്കുട്ടിയല്ല വലിയ പട്ടിയാണ്, ലാബാണ്. അപ്പോൾ ആളെ കുളിപ്പിക്കാൻ രണ്ടാമത്തെ മോളാണ് എപ്പോഴും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്കലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരത്തേക്ക് നമുക്ക് നമുക്കിന്ന് വൈകുന്നേരം ചക്കട ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് ലുലുന്ന് വാങ്ങിച്ചതാണ്, ഞാൻ ഇതുവരേക്കും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാം, നല്ലൊരു ലുക്കൊക്കെ കൊണ്ടുവരാം. ഒരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ മുറിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചേഞ്ചസൊക്കെ കൊണ്ടുവരുമ്പോൾ. അത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ചേഞ്ചസ് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പോൾ അതാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലോസ് പലതരത്തിലുള്ള പില്ലോസാണ് ഉപയോഗിക്കുക. എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് പില്ലോ ഉപയോഗിക്കണതിന്. എനിക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ ആണ്, അല്ലെങ്കിൽ നല്ലോണം കഴുത്ത് വേദനയൊക്കെ എടുക്കും. പക്ഷെ ആൾക്കെന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയുള്ള ഒരു പില്ലോ തന്നെ വേണം. എങ്ങനെയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എല്ലാവരും ഒരേപോലത്തെ പില്ലോ ഒക്കെ തന്നെയാണോ? ഇവിടെ ഞങ്ങൾക്ക് ഡിഫറെൻ്റ് ആണ് പില്ലോസ് എല്ലാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് പില്ലോസൊക്കെ വാങ്ങിച്ച് അത് ഉപയോഗിക്കുന്നത് വീട്ടിൽ.
അപ്പോൾ ഇപ്പോൾ വെച്ചേക്കുന്നത് ഭയങ്കര സോഫ്റ്റ് പ്യുവർ കോട്ടൺ എന്ന് പറയില്ലേ, നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് പില്ലോസ്, അതാണ് ഭയങ്കര സോഫ്റ്റാണ്. ഇപ്പം ഞാനിപ്പോൾ കവർ ചെയ്യുന്ന പില്ലോ എന്ന് പറയുന്നത് ഇച്ചിരി കൂടി ഹാർഡാണ്. അപ്പോൾ അത് ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് ആൾക്ക് അങ്ങനത്തെ പില്ലോസാണ് ഭയങ്കര ഇഷ്ടം. ഇപ്പം നല്ല നീറ്റായിട്ടിരിക്കണതാണ്, നല്ല സുഖമല്ലേ, നമുക്ക് ബെഡ്റൂമിൽ കയറുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. ഓക്കെ, അപ്പോൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചക്കട ഉണ്ടാക്കാം. ചക്കട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് അപ്പത്തിനും ഇടിയപ്പം നൂലപ്പമൊക്കെ കിട്ടുന്ന പൊടിയുണ്ടല്ലോ, ആ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഏകദേശം 2 കപ്പാണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പം ഞാനിങ്ങനെ ഇടുമ്പോൾ 1.5 കപ്പാണ് ഞാൻ. എങ്ങനെയാണ് അതിൻ്റെ പാകം നോക്കിയിട്ട് ബാക്കി ആഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ചക്കട നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം നമുക്ക് ഇടാനായിട്ട്. എനിക്കങ്ങനെ കൃത്യം ഇതിനകത്ത് അളവ് പറഞ്ഞ് ചെയ്യാൻ എനിക്ക് എന്താണോ കിട്ടുന്നില്ല, ഭയങ്കര പാടാണ് അങ്ങനെ പറയാൻ. ഇപ്പം ഇച്ചിരി ഉപ്പ് ഞാൻ ചേർത്തേക്കാം കേട്ടോ. അപ്പോഴാണ് മോള് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മോളെയും കൊണ്ട് പറമ്പിൽ പോയിട്ട് നമുക്ക് വാഴയില മുറിച്ചെടുക്കാം. നമുക്കത് ഇതെടുക്കണ്ടേ, ആവിയിൽ വേവിച്ചെടുക്കണ്ടേ, അപ്പോൾ നമുക്ക് വാഴയില വേണം. ഞാനത് ചക്കട ഏകദേശം എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്ത് പൊടിയിലേക്ക് ഇടാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചൂടോടെ ഉള്ള ഒരു ശർക്കര പാനിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല മധുരം ഇട്ട് ചക്ക വഴറ്റിയതാണെങ്കിൽ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഇച്ചിരിയും കൂടി ഒന്ന് മധുരം വരട്ടിയെന്ന് വെച്ചാൽ ചക്ക വഴറ്റിയത് ഒറ്റയ്ക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കായാലും ആൾക്കായാലും. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ പാകത്തിന് മധുരം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ പിന്നെ കുറച്ചും കൂടി മധുരം വേണം. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി, ചൂടോടെയുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ചൂടോടെ വേണം അരിമാവ് മാവാക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. വാഴയില നമ്മൾ കീറിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി തുടച്ചെടുത്ത് ഇനിയിപ്പോൾ ആവശ്യത്തിന് ഞാൻ മുറിച്ചെടുത്തിട്ട് നമ്മൾ ചക്കയടയ്ക്കുള്ള ആ മാവുണ്ടല്ലോ പരത്തി നമുക്ക് മടക്കി വയ്ക്കാം. നമുക്കിനി ഇഡ്ഡലി
പാത്രം എടുത്ത് വെള്ളം എടുത്ത് നമുക്ക് നേരത്തെ തന്നെ തിളപ്പിച്ച് വയ്ക്കാം. തിളച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് പാകത്തിന് ഈ ചൂട് ആവി ഇങ്ങനെ കിടക്കണം കേട്ടോ, അതിന് ഉള്ള സ്ഥലവും വേണം. എന്നിട്ട് നമുക്ക് വാഴയില ഇലിട്ട അരിമാവ് അത് ആ ചക്കടയ്ക്ക് വേവിക്കാൻ എടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമുക്ക് വെക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഈ പ്രാവശ്യം ചക്കട ഉണ്ടാക്കി. ഇതൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കലുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി തിന്ന് അതൊക്കെ മതിയാവും. ഒരു പ്രാവശ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഇപ്പോൾ കഴിച്ച് എല്ലാവർക്കും മതിയായി. ഇപ്പോഴും ചക്കട ഞങ്ങൾക്ക് ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ ഈ കൊല്ലത്തെ ചക്കട ഉണ്ടാക്കി കഴിഞ്ഞു. ചക്കടയും ചക്ക വഴറ്റിയതും ഉണ്ടാക്കിയത് കണ്ടല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്